നിങ്ങൾക്ക് ഒരു തെറ്റ് എത്ര തവണ ആവർത്തിക്കാൻ പറ്റും? ചില ആളുകൾക്ക് എത്ര പഠിച്ചാലും അവരുടെ തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറാവില്ല. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയും ഏകദേശം ഇതേപോലെയാണ്. അതായത് 100 കുട്ടികൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ 95 പേരും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. വർഷങ്ങളോളം അവർ ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത്. അപ്പോൾ ചോദിക്കും, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ? കിട്ടുന്നിടം വരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കണ്ടേ? തീർച്ചയായിട്ടും അധ്വാനിക്കണം. പക്ഷേ അതിൻ്റെ കൗണ്ട് 3 വർഷത്തിലും കൂടി പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 4 5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഒരേ കാര്യം തന്നെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പഠന മെത്തേഡിൽ എന്തോ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് തിരുത്തുകയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതില്ലേ? മക്കളെ, നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. PSC ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ PSC ലൂപ്പിൽ പെടാതിരിക്കാനായിട്ട് തുടക്കക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനോ ചിലർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റാങ്ക് ഫെയിൽ എടുക്കുന്നു. ആ റാങ്ക് ഫെയിലുള്ള കാര്യങ്ങൾ 1ാമത്തെ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ദെൻ ഒരു കാര്യവുമില്ലാത്ത കുറേ യൂട്യൂബ് ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കുറേ ടെലഗ്രാം ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം 10 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ ഒക്കെ പഠിക്കുന്നുണ്ട്. ആക്ച്വലി അവർക്ക് ആവശ്യമുള്ളതൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിലബസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഏത് എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിപ്പീറ്റ് ചെയ്ത് PSCയുടെ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. എന്നെ കേൾക്കുന്ന പല കുട്ടികളും ആ കാറ്റഗറിയിലാണ്. ആ ലൂപ്പിൽ നിങ്ങൾ ഇപ്പോഴും പെട്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല. എത്ര ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും വീണ്ടും നിങ്ങൾ തെറ്റ് ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനവും അതിൽ നിന്ന് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി? PSC ലൂപ്പിൽ എത്താതിരിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? മക്കളെ, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു കുട്ടിക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ആ എക്സാമിനേഷൻ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. എത്ര പ്രയാസമുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടേറിയതാണ് സാർ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം ഇതാണ്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഒരു 6 മാസമൊക്കെ കണ്ടിന്യൂസ് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി കൊടുത്തിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആ മെത്തേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു 10 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ആശ്രയിക്കുന്നത് ഒരു 3000 പേജുള്ള റാങ്ക് ഫയലിനെയാണെന്ന് വിചാരിച്ചു. ഒരു റാങ്ക് ഫയൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ആവേശമായിരിക്കും. അതിന് ആദ്യത്തെ പേജ് തൊട്ട് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ വായിച്ചു തുടങ്ങുന്നു. ഉദാഹരണമായിട്ട് ഹിസ്റ്ററി ആണെന്ന് വിചാരിക്കാം. ഹിസ്റ്ററിയുടെ ആദ്യ പേജ് തൊട്ട് നിങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളൊരു 10ാമത്തെയോ 15ാമത്തെയോ പേജ് എത്തുമ്പോൾ എന്തൊരു ബോറായിട്ടുള്ളൊരു പ്രൊസീജിയറായിട്ട് അത് മാറും. എത്ര തവണ നിങ്ങൾക്കിത് ആവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് ആവർത്തിച്ചിട്ടുണ്ട്? ഓരോ തവണ 15ാമത്തെ പേജിലെത്തുമ്പോഴും നിങ്ങൾ മടുക്കും. 2 3 ദിവസം റെസ്റ്റ് എടുക്കും. അതിനുശേഷം വീണ്ടും ഈ 15 പേജുകൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ ആ 3000 പേജ് റാങ്ക് ഫയലിലെ ആദ്യത്തെ 15 പേജ് മാത്രം അറിയാവുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഇത് തന്നെയാണ് നിങ്ങളിൽ പലരും ഇത്രയും നാളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടം തൊട്ടെങ്കിലും, അതായത് ഈ വീഡിയോ കാണുന്ന സമയം തൊട്ടെങ്കിലും നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാം. അവർക്കും ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടട്ടെ. അവരും ഈ ലൂപ്പിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആർജവം ഈ വീഡിയോയിൽ നിന്ന് അവർക്കും കിട്ടട്ടെ. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതോ വെറുതെ വായിച്ച് നിങ്ങൾ സമയം കളയുകയാണോ? നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് മുഴുവനായിട്ട് വീണ്ടും പകർത്താനായിട്ടാണോ ശ്രമിക്കുന്നത്? അതോ റിവൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടാണോ ശ്രമിക്കുന്നത്? ഇനി ക്ലാസ്സുകൾ കാണുമ്പോൾ ഒരേ ക്ലാസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതോ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം അതിൽ നിന്ന് എഴുതിയെടുത്ത ഷോർട്ട് നോട്ടുകൾ വെച്ച്, ഏറ്റവും മികച്ച ഷോർട്ട് നോട്ടുകൾ വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ടാണോ ശ്രമിക്കാറ്? പലരും ചെയ്യുന്നത് റാങ്ക് ഫയലിലുള്ള അതേ പോയിന്റുകൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു നോട്ട് എഴുതാനായിട്ട് വെക്കുന്നു. റാങ്ക് ഫയലിൽ 300 പേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 600 പേജുകളായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ക്ലാസ്സും. 1 മണിക്കൂറിൻ്റെ ക്ലാസ്സിന് നോട്ട് എഴുതാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ 3 മണിക്കൂർ എടുക്കുന്നുണ്ടായിരിക്കും. വളരെ ഡീറ്റെയിൽഡായി ഭംഗിയായി കയ്യേശ്വരമൊക്കെ നോക്കി എഴുതുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് PSCക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിൻ്റെ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള, ഏറ്റവും ബെറ്റർ വേർഷനുള്ള, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന
ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതാണ്. അത് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പോ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു ഡീറ്റെയിൽഡ് നോട്ട് എഴുതി, ഒരു അടിപൊളി കിണ്ണം കാച്ച് നോട്ട് എഴുതി, ഒരു 10 പേജുള്ള ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്കിന്റെ 10 പേജുള്ള നോട്ട് എഴുതി. ഈ നോട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ തലേ ദിവസം വായിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ആ നോട്ട് കണ്ട് വെറുതെ അത് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ. അപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുക, എനിക്കൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുക ആ സമയത്ത് മാത്രമായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു 95 പേരിലേക്ക് അല്ലെങ്കിൽ 95 പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ PSC ലൂപ്പിലേക്ക് അല്ലെങ്കിൽ തനത് PSC ശൈലിയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റിയൊക്കെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ പെട്ടുപോയവരുടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെ വളരെ കുറച്ച് ആളുകളെ ഒഴിച്ചു നിർത്തി, അല്ലെങ്കിൽ 1% ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 99% ആളുകളും ആ ലൂപ്പിൽ തന്നെ ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട്. 23-ാം വയസ്സിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് 35-ാമത്തെ വയസ്സിലും 36-ാമത്തെ വയസ്സിലും അവസാന ചാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എൻ്റെ മുന്നിൽ എന്നെ കേട്ടിരിക്കുന്നുണ്ടാവും. അല്ല എങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മറ്റ് ജോലികളൊക്കെ ഉപേക്ഷിച്ച് പഠിക്കാണ്ടിരുന്ന ആളുകൾ ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് PSC സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, അത് വേക്കൻസി ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല, അത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടിപ്പോകുന്നതിൻ്റെ പ്രശ്നമല്ല, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ വല്ലാണ്ട് പ്രയാസമായതുകൊണ്ടല്ല, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ കയറി വരുന്നത് കൊണ്ടുമല്ല. ഒറ്റ കാര്യം മാത്രമാണ് പ്രശ്നം, തിരുത്താൻ നിങ്ങൾ തയ്യാറാവാത്തതാണ് പ്രശ്നം. ഈ നിമിഷം നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമാണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് എങ്ങനെ പഠിക്കാം, നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, ഒരു ദിവസം പ്യുവറായിട്ട് നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഞാൻ ഓരോ ദിവസവും PSC പ്രിപ്പറേഷന് വേണ്ടി ഏത് രീതിയിലാണ് ക്രമീകരിക്കുന്നത്, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്, ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, കൃത്യമായിട്ടൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യും, ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിമർശിച്ച് നോക്കുക. ആ വിമർശനത്തിൽ നിന്ന് കുറച്ചുകൂടി ആർജവമുള്ള, കുറച്ചുകൂടി വ്യഗ്രതയുള്ള ഒരു PSC ആസ്പിറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. അത്തരത്തിൽ PSC ലൂപ്പിൽ നിന്നും മാറി സക്സസ് റേറ്റ് ഉള്ള 5 പേരിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ആ 99 പേരെ മാറ്റി നിർത്തിയിട്ട് 1% റാങ്ക് ഹോൾഡേഴ്സിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. 2026-ഉം 27-ഉം ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അവസരങ്ങളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതാണ്ട് 4000-ഓളം വേക്കൻസികൾ വരുന്നു, സബ് ഇൻസ്പെക്ടർ പരീക്ഷ വരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നു, SBCID വരുന്നുണ്ട്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് വരുന്നു. അങ്ങനെ നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകൾ, 3500-ലധികം വേക്കൻസികളോടെ കമ്പനി ബോർഡ് LGS, അതേപോലെ തന്നെ VFA, ബെബ്കോ LD തുടങ്ങിയ 10th ലെവൽ 7th ലെവൽ പരീക്ഷകൾ, ദെൻ APO, ഫീമെയിൽ APO, CPO, CEO തുടങ്ങിയ 4th ലെവൽ പരീക്ഷകൾ. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അവസരങ്ങൾ 2026-27 വർഷങ്ങളിലായിട്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കണമെങ്കിൽ, ഒരു നല്ല മെന്റർ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങളുടെ ലൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരാൾ നിങ്ങളുടെ കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആ ലൂപ്പിൽ പെടാതിരിക്കാനുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയലുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ, ഓരോ ദിവസവും ചെയ്തു നോക്കാനായിട്ടുള്ള ഏറ്റവും മികച്ച മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന 8281-223366 നമ്പറിലോട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോടാ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഞങ്ങൾ സൂപ്പർ നോട്ട്സിൻ്റെ കയ്യിലുണ്ട്. ഒരു വലിയ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. എത്രയും പെട്ടെന്ന് ഫോൺ എടുത്തോ, ഡയൽ ചെയ്തോ 8281-223366. ഏത് കോഴ്സ് ആയാലും പ്രശ്നമില്ല, കോഴ്സിൽ ചേരാനല്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നെടുത്ത് ഡയൽ ചെയ്ത് വിളിച്ചോടാ. നന്നായിട്ട് പഠിക്കാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം.